ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാവും ഒരാളുമായിട്ട് കോൺവെർസേഷൻ നടത്തുമ്പോൾ ആ കോൺവെർസേഷൻ കുറച്ചും കൂടി നല്ലതാക്കിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന്. ഇപ്പോൾ ബിസിനസ് ഡീലിങ്സ് പോലത്തെ എന്തെങ്കിലും കാര്യത്തെപ്പറ്റിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗുണമുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റിയാണ് സംഭാഷണം നടത്തുന്നതെങ്കിൽ ആ സംഭാഷണം കുറച്ചുകൂടി നല്ലതായിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് തനിക്ക് അനുകൂലമാക്കി എടുക്കാമായിരുന്നു എന്ന് പല ആൾക്കാർക്കും തോന്നിയിട്ടുണ്ടാവും. ഈ വീഡിയോയിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ടിപ്സ് ആൻഡ് ട്രിക്സിനെ പറ്റിയാണ് പറയുന്നത്. ഈ ട്രിക്സിലൂടെ നിങ്ങൾക്ക് മറ്റൊരാളുടെ ഡിസിഷനെ ചെറിയ രീതിയിലെങ്കിലും മാറ്റം വരുത്താനോ അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമാക്കി എടുക്കാനോ ഒരുപക്ഷെ നിങ്ങൾക്ക് സാധിച്ചേക്കും. ചാനൽ ആദ്യമായി കാണുന്നവർ ഇതുപോലത്തെ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കഴിയുമെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലും അറിയിക്കുക. നിങ്ങൾ പറയാൻ പോകുന്ന കാര്യത്തെ ശ്രദ്ധയോടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി കേൾക്കണം എന്നാഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ്ലി ചുമ്മാ അങ്ങനെ അവരോട് പറയാതെ അതൊരു ചലഞ്ചിങ് ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അവരോട് കാര്യം അവതരിപ്പിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ അവരോട് ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളുടെ കാര്യം അവതരിപ്പിക്കുക. ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് ഉപകാരപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് കേട്ടിരിക്കുന്നത് നല്ലതായിരിക്കും. ഇത്തരത്തിലൊരു ചലഞ്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾ കാര്യം അവതരിപ്പിക്കുമ്പോൾ അവരത് കേൾക്കാനുള്ള ഒരു മനസ്സ് കൂടുതലായിട്ട് കാണിക്കും. രണ്ടാമത്തേത്, പല കോൺവെർസേഷൻസും ഒരു ഡിബേറ്റിൽ അവസാനിക്കാറുണ്ട്, ഒരു തർക്കത്തിൽ. ആ കോൺവെർസേഷൻ പിന്നീട് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യപ്പെടും. ഇത്തരത്തിൽ അതൊരു തർക്കത്തിലേക്ക് പോകുകയാണ് എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾ ജസ്റ്റ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിയോട് ഇത്രമാത്രം ചോദിക്കുക. പൊളൈറ്റായ രീതിയിൽ, സർ, നിങ്ങൾക്ക് ഈ വിഷയത്തെപ്പറ്റി എന്തറിയാം? ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആളുകളെപ്പറ്റി നിങ്ങൾക്ക് എന്തറിയാം? ഒന്ന് വിവരിക്കൂ. ഇതിലൂടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ ആ വിഷയത്തിലുണ്ടെങ്കിൽ അത് അവർ പറഞ്ഞു തരും. അതുമല്ലെങ്കിൽ അവർക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങൾക്കറിയാമെന്ന ധാരണയിൽ അവിടെ നിങ്ങളുടെ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരൊരു സ്പേസ് തരും. ആ സമയത്ത് നല്ലൊരു കോൺവെർസേഷനിലൂടെ ആ ഒരു ഡിസിഷൻ, ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട ഡിസിഷൻ നിങ്ങൾക്ക് അനുകൂലമാക്കി എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇനി മൂന്നാമത്തേത്, ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞു, പക്ഷേ ആ ഡിസിഷൻ നിങ്ങൾക്ക് അനുകൂലമല്ല. പിന്നെ എങ്ങനെ അത് നിങ്ങൾക്ക് അനുകൂലമാക്കി എടുക്കാം, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള ഒരു സ്പേസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക? ഇതിനുവേണ്ടി ജസ്റ്റ് നിങ്ങൾ അവർക്കൊരു ഡൗട്ട് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, അവരോട് ഇങ്ങനെ പറയുക, നിങ്ങളുടെ ഡിസിഷൻ കുറച്ച് പെട്ടെന്നായിരുന്നു. നിങ്ങൾ ഈ വിഷയത്തെപ്പറ്റി കൃത്യമായി ആലോചിച്ചിട്ട് ഡിസിഷൻ എടുത്താൽ ഒരുപക്ഷെ നാളെ അത് തെറ്റിപ്പോയി എന്നുള്ളൊരു തോന്നൽ പിന്നെ നിങ്ങൾക്കുണ്ടായെന്ന് വരില്ല, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് തിരുത്താനുള്ള ഒരു അവസരം കിട്ടിയെന്ന് വരില്ല. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ 3-4 തവണ അതിൻ്റെ ഡിസിഷൻസും മാറിക്കൊണ്ടിരിക്കും. ഇതിലൂടെ ആദ്യം എടുക്കുന്ന ഡിസിഷനെ നിങ്ങൾക്ക് മാറ്റിമറിക്കാനും രണ്ടാമതോ മൂന്നാമതോ എന്ന ഡിസിഷനെ നിങ്ങൾക്ക് അനുകൂലമാക്കി എടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള സ്പേസ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ വിഷയം അറിയിച്ച ശേഷം, വിഷയം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആ വിഷയം എടുക്കുന്നത് കൊണ്ട് അവർക്കുണ്ടാകുന്ന ഗുണങ്ങളെപ്പറ്റി നിങ്ങൾ അവരെ കൊണ്ട് ഇമാജിൻ ചെയ്യിപ്പിക്കുക, അതും ഫ്യൂച്ചർ ടെൻസ്. ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ എന്നെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ നിനക്ക് വരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ ഇതൊക്കെയായിരിക്കും. അത്തരത്തിൽ പറഞ്ഞ് ഭാവിയെപ്പറ്റിയുള്ള ഇമാജിനേഷൻ അവർക്ക് കൊടുക്കുക. അതുമല്ലെങ്കിൽ ഈ സ്ഥലത്ത് ഒരു ബിസിനസ് തുടങ്ങിയാൽ ഇത്ര വർഷം കൊണ്ട് നമുക്ക് ഇത്രയും സമ്പത്ത് ഉണ്ടാക്കിയെടുക്കാം, അതിൻ്റെ ഒരു ഇമാജിനേഷൻ, അതിൻ്റെ ഒരു ഫ്യൂച്ചർ ഇമാജിനേഷൻ നിങ്ങൾ അവർക്ക് കൊടുക്കുക. ഇതാണ് നമ്മുടെ 4ാമത്തെയും അവസാനത്തെയും ടിപ്പ്. അപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ പറ്റിയാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത്. ഈ സ്കിൽസിലൂടെ ഒരാളെ കൊണ്ട് എസ് പറയിക്കാനോ അതുമല്ലെങ്കിൽ അയാളുടെ തീരുമാനത്തെ നമുക്ക് അനുകൂലമാക്കി എടുക്കാനോ ഇതിലൂടെ നമുക്ക് സാധിക്കും. ഇപ്പോൾ വീഡിയോയുടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യാണ്. ഇത്തരത്തിൽ നിങ്ങൾക്കറിയാൻ താല്പര്യമുള്ള ഏതെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ അതിനെപ്പറ്റി താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.